അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മുടെ ഹെയർ കെയർ വീഡിയോ ആണ്. കുറെ നാളായില്ലേ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് കുറെ ദിവസമായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ മുടി ഉണ്ടല്ലോ, നിങ്ങൾ പറയും കുറെ പേര് പാരമ്പര്യാന്ന് പറയും. അതിനകത്ത് ശരിയില്ലാഴികയില്ല, അത് കുറച്ചൊക്കെ ശരിയാണ്. എങ്കിലും നമ്മൾ മുടിയെ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും മുടി വളരും. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ചിലവർക്ക് അതിനൊന്നും താല്പര്യമേ ഇല്ല, സമയം ഉണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷെ ശ്രദ്ധിക്കാതെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ മുടി വളരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലേ. ഇപ്പൊ നമ്മൾ ചെറിയൊരു കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും. എന്ന് വെച്ചിട്ടങ്ങ് എല്ലാവർക്കും പനങ്കോല പോലെ വളരുമെന്നല്ല പറയുന്നത് കേട്ടോ. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് മുടി ഉണ്ടാകുക തന്നെ ചെയ്യും നമ്മുടെ ചെറിയ 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 ടിപ്സിലൂടെ. അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഒരു എണ്ണ കാച്ചുന്ന ഒരു കാര്യവും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാക്കുമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് എണ്ണ കാച്ചാനായിട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ്. അപ്പൊ ഞാൻ എന്റെ കറിവേപ്പേന്ന് പോയി എടുത്തോണ്ട് വന്നിരിക്കുന്ന കറിവേപ്പിലയാണിത്. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാകുമ്പോഴത്തേക്കും അതിനകത്ത് കൂടുതൽ വിഷമൊക്കെ തളിച്ചു വരുന്നതായിരിക്കും. അതുകൊണ്ട് അത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ കാണും. അവിടെ ചെന്നിട്ട് ഒരു കുറച്ച് കറിവേപ്പില ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരാതിരിക്കത്തില്ല, തരും. അപ്പം അതിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ കറിവേപ്പിലയുടെ ഈ ഇല മാത്രം പൂർത്തി ഇങ്ങനെ എടുക്കുക, ഇല മാത്രം എടുക്കുക. എന്നിട്ട് ഇത് കഴുകി നന്നായിട്ട് വെള്ളമയം ഒന്നുമില്ലാതെ എടുക്കുക. എന്നിട്ട് ഈ ഇല ഊർത്തി ഒരു പിടി എടുക്കുക. ഒരു പിടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഉലുവയും കൂടെ എടുക്കുക. അതും കൂടി ഈ കറിവേപ്പിലയുടെ കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുക. ചതയത്തേ ഉള്ളൂ, നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് എത്രയും വെളിച്ചെണ്ണയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് എത്ര വെളിച്ചെണ്ണ വേണോ അത്രയും എടുക്കുക. എടുത്തതിന് ശേഷം ഈ ഒന്ന് മിക്സിയിലിട്ട് കറക്കി വെച്ചിരിക്കുന്ന ഈ കറിവേപ്പിലയും ഉലുവയും കൂടെ ഉള്ളത് എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം മാത്രമേ ഗ്യാസ് കത്തിച്ച് കൊടുക്കാവുള്ളൂ. കത്തിച്ചു കൊടുത്തിട്ട് ഇത് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ശക്കലം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പതഞ്ഞു പൊങ്ങി നിറച്ച് പതയായിട്ട് വരും. വെളിച്ചെണ്ണ മൂക്കാറാകുമ്പോഴത്തേക്കും ഈ പതയെല്ലാം മാറിയിട്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് നല്ല പച്ച കളർ വരും, നല്ല പച്ച കളർ. അതാണ് ഈ വെളിച്ചെണ്ണ മൂത്തുന്ന് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ വേറൊരു കാര്യം, ഇതിനകത്തിട്ടിരിക്കുന്ന കറിവേപ്പിലയും ഉലുവയും കൂടെ പൊടിച്ചിട്ടിട്ടില്ലേ, അതെടുത്തിട്ട് ഇങ്ങനെ പൊടിയുന്നുണ്ടെങ്കിൽ ആ പരുവവും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് നിങ്ങൾ ബോട്ടിലാക്കി വെക്കുക. നല്ല വെള്ളമയം ഒന്നുമില്ലാത്ത ബോട്ടിലാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ എണ്ണ തേക്കത്തില്ല, എല്ലാവരും കുളിക്കുന്നതിന് മുന്നേ എണ്ണ തേക്കുമല്ലോ. അപ്പൊ സാധാരണ തേക്കുന്ന പോലെ ഈ എണ്ണ തേക്കുക. എല്ലാ ദിവസവും എണ്ണ തേക്കേണ്ടവർക്ക് തേക്കാം, ഇല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രം തേച്ചാലും മതിയാകും. ഒരു മാസം ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പും നല്ല കട്ടിമുടിയും വളരാനായിട്ട് തുടങ്ങും. അപ്പൊ നിങ്ങൾ 2 പ്രാവശ്യം തേച്ചു കഴിഞ്ഞോണ്ടേ നിങ്ങൾ പറയില്ല, അയ്യോ ഈ ചേച്ചി വെറുതെ പറയുന്ന മുടിയൊന്നും വളർന്നില്ല, ഇന്ന് തേച്ചു കഴിഞ്ഞാൽ നാളെ മുടിയൊന്നും വളരത്തില്ല. അത്രയ്ക്ക് അത്ഭുതമൊന്നും നമ്മുടെ എണ്ണയ്ക്കില്ല കേട്ടോ. അപ്പം ഇത് ശ്രദ്ധിക്കുക. 1 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നന്നായിട്ട് വളരും. മുടി നരച്ച മുടിക്കും ഒരു പ്രതിവിധി തന്നെയാണ് ഇത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഈ എണ്ണ കാച്ചി എല്ലാവരും ഉപയോഗിക്കുക. പിന്നെ രണ്ടാമതൊരു പാക്ക് പറഞ്ഞുതരാം. അതിനും കറിവേപ്പിലയാണ് എടുക്കുന്നത്. ഒരു പിടി കറിവേപ്പില എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ഉലുവ കുതിർത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ കുതിർത്തത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സ്വന്തം തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴയോ അതിന്റെ ജെല്ലോ എന്താണെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 1/2 മണിക്കൂർ നിൽക്കുക.
അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക. കഴുകി കളയുമ്പോഴത്തേക്കും നിങ്ങൾ താളി ഉപയോഗിച്ച് കഴുകി കളയുക. ഇല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാലും മതിയാകും. ചിലവർക്ക് എന്തെങ്കിലും ഇട്ട് കഴുകിയില്ലെങ്കിൽ ഉറക്കം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ താളി എന്ന് പറയുന്നത്. ഷാമ്പു ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു പാക്കും ഈ ഒരു എണ്ണയും പറഞ്ഞു തന്നു. മുടി നന്നായിട്ട് വളരും. ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞില്ലേ, സ്ട്രെയിറ്റ് ചെയ്തു മുടി ഭയങ്കരമായിട്ട് പോയി, അല്ലെങ്കിൽ മുടി സ്മൂത്തനിങ് ചെയ്തു മുടി ഭയങ്കരമായിട്ട് പോയി എന്നൊക്കെ കുറേ പേരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കും എല്ലാം മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. അതുപോലെ തലയിലുണ്ടാകുന്ന താരൻ അറിയാലോ നിങ്ങൾക്ക്. താരൻ തലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ പീലി പിരികം ഒക്കെ വരും. ഭയങ്കരമായിട്ട് ചൊറിയുകയും ചെയ്യും. മുടി ഭയങ്കരമായിട്ട് പോവുകയും ചെയ്യും. തലയിൽ ഇങ്ങനെ ഒരുമാതിരി ചൊറി പോലൊക്കെ വരികയും ചെയ്യും. താരൻ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ചൊറിയും. അപ്പം അതിനും ഒരു പ്രതിവിധിയാണ് ഈ പായ്ക്ക്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്നോട് നിങ്ങൾ പറയുക. തീർച്ചയായിട്ടും മുടി വളരും. അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണേ. സപ്പോർട്ടും ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.